കർണാടകയിലെ JDS നേതാവും NDA ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും കേസ്. JDS പ്രാദേശിക നേതാവായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് കേസെടുത്തത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്? വേണു, ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലെ ഉൾപ്പെട്ട സ്ത്രീകളെ കണ്ടെത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന രീതി. എന്നാൽ പല സ്ത്രീകളും ഈ മൊഴി നൽകുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ പരാതി നൽകാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഭയപ്പെട്ടുകൊണ്ടാണ് അത്തരത്തിൽ പരാതി നൽകാത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ കേസാണ്, അതായത് മൂന്നാമത്തെ പരാതിയാണ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉണ്ടാവുകയും അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആദ്യം വീട്ടുജോലിക്കാരെ യുവതി നൽകുന്നു, പിന്നീട് ഇന്നലെ മൈസൂരു സ്വദേശിയായിട്ടുള്ള മറ്റൊരു യുവതി, ഇപ്പോൾ ഇത് മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ കേസ് അല്പം കൂടി ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ പരാതിയിൽ പറയുന്നത്. അതായത് 3 വർഷക്കാലം തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ദൃശ്യങ്ങൾ പകർത്തി, ഈ ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നാണ് യുവതിയുടെ പരാതി പറയുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലെല്ലാം പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ പ്രജ്വൽ രേവണ്ണയെ എന്ന് നാട്ടിലെത്തുന്നു എന്ന കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് നിലവിലും ഒരു വ്യക്തതയില്ല. ലുക്കൌട്ട് സർക്കിൾ ഉൾപ്പെടെ പുറത്തിറക്കിയിരുന്നു. കടുത്ത സമ്മർദ്ദം പ്രജ്വലിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം പുലർത്തിയിരുന്നു. എന്നാൽ അതിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. അതോടൊപ്പം തന്നെ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണക്കും കുരുക്കുമുറുകയാണ്. ഈ വീട്ടുജോലിക്കാരിയായ യുവതി നൽകിയ പരാതിയിൽ 3 തവണയായി നോട്ടീസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് രേവണ്ണ ഹാജരായിരുന്നില്ല. ഇന്നലെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിയിരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നടപടിക്രമങ്ങളെ കടക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ഈ ദേവഗൌഡ കുടുംബവും JDS-ഉം ആകെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള നിലവിലെ പ്രധാന കടമ്പ. വേണു, ശരി. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും കേസ്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.